ഫൊസിബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ഫൊസിബോട്ട് F107 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ് ഇത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൊസിബോട്ട് F107 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 28,000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിന് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തതിൽ 7,000 mAh ബാറ്ററിയൊക്കെയാണ് കൂടിയാൽ കാണാറ്. ആ ഒരു ടൈമിലാണ് 28,000 mAh ബാറ്ററി വരുന്നത്. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു വയർ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഫോണിൻ്റെ ബാക്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50 മീറ്ററോളം റേഞ്ച് കിട്ടുന്ന ഒരു ഫ്ലാഷ് ലൈറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം ക്യാമറയുടെ കാര്യമാണ്. ഇപ്പം ഫോണിൻ്റെ പിന്നിൽ 200 മെഗാ പിക്സലിൻ്റെ f1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ടാമത് 50 മെഗാ പിക്സലിൻ്റെ സോണി IMX 766 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഈ ഒരു സെൻസർ മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മൂന്നാമത് ഇതിൽ സ്റ്റാർലൈറ്റ് നൈറ്റ് വിഷൻ ക്യാമറയാണ് വരുന്നത്. ഇപ്പം പൊതുവേ നൈറ്റ് വിഷൻ ക്യാമറ എന്ന് പറയുമ്പം രാത്രി നല്ല ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷേ അത് കളർ ഫോട്ടോ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. ഈവൻ നല്ല ലോ ലൈറ്റ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിലും ഫോട്ടോ എടുത്താൽ അത് കളറിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സോണി IMX 616 ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ IP68-69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ച IP റേറ്റിംഗ് വരുന്നുണ്ട്. MIL STD 810H സർട്ടിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. പിന്നെ റഗഡ് ഫോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 18 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 30 GB റാമൊക്കെ ലഭിക്കും എന്ന് പറയാവുന്നതാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില 38,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇത്. അപ്പം അത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോസസ്സർ അത്ര നല്ലതല്ല ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് ആണ്. 39.95 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ തിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തതിൽ സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് 7 mm അതുപോലെ തന്നെ 9 mm ഒക്കെ ഇടയിലായിട്ടാണ് വരുന്നത് ആവറേജ് ആയിട്ട്. അപ്പം 9 mm എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം തിക്കായിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 39.95 mm തിക്നെസ് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, 28,000 mAh ബാറ്ററി ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കുറച്ച് തിക്കാവും. അപ്പം അങ്ങനെയും ഒരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. അപ്പം 38,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് AMOLED ഡിസ്പ്ലേ എന്നുള്ള കാര്യം. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അതും ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 530 nits ആണ് വരുന്നത്. Gorilla Glass 3യുടെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തന്നെ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $439.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 38,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. അതും കളറിൽ വരുന്ന നൈറ്റ് വിഷൻ ക്യാമറ ആണ് വരുന്നത്. പിന്നെ നല്ലൊരു ഫ്ലാഷ് ലൈറ്റ് ഫോണിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 30 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. IP6869 റേറ്റിംഗും MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയുമ്പോഴും ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും ഡിസപ്പോയിൻറ്റിങ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും വരുന്നുണ്ട്. ഒന്ന് പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറല്ല, ഒന്ന് ഡിസ്പ്ലേ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ തിക്നെസ് വളരെ കൂടുതലും ആണ്. അപ്പം ചില എടുത്തു പറയേണ്ട പോസിറ്റീവ്സ് വരുമ്പോൾ ചില എടുത്തു പറയേണ്ട നെഗറ്റീവ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പ്രോസസ്സറാണ്. അത് ഇതിൽ വീക്കാണ്. രണ്ടാമത്തെ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഡിസ്പ്ലേ ആണ്. അപ്പം അതും ഇതിൽ വീക്കാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ബാറ്ററി നോക്കാറ്. പിന്നെ എനിക്ക് ക്യാമറ എന്നുള്ളത് ലാസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പം ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ചില ആൾക്കാർക്ക് ഇത് നേരെ തിരിച്ചും ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.